കഴിഞ്ഞ ക്ലാസ്സിൽ സം ഇഫ്സും കൗണ്ട് ഇഫ്സും ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയകൾ വരികയും അത് തന്നെ രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു മാസത്തെ സെയിൽസോ മറ്റോ കാണണമെങ്കിൽ രണ്ട് ഡേറ്റ് ഡിഫറൻസ് നമുക്ക് വെച്ചുകൊണ്ട് ക്രൈറ്റീരിയ ഉപയോഗിച്ച് എങ്ങനെ സം ഇഫ്സിനെയും കൗണ്ട് ഇഫ്സിനെയും ഉപയോഗപ്പെടുത്താമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കണ്ട ശേഷം മാത്രം ഇന്നത്തെ വീഡിയോയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൗണ്ട് ഇഫ്സിൻ്റെയും സം ഇഫ്സിൻ്റെ മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ സെയിൽസ് ഡാറ്റ ഉണ്ട്. ജനുവരിയിൽ എന്തൊക്കെ സെയിൽസ് നടത്തി എന്നൊക്കെ ഓരോ ഐറ്റംസ് ബാർ നമുക്ക് കിട്ടണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കൗണ്ട് ഇഫ് ടൈപ്പ് ചെയ്യാണ്. കൗണ്ട് ഇഫ്സ് ഈക്വൽ ടു കൗണ്ട് ഇഫ്സ് ടാബ് അമർത്തുന്നു. ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുകയാണ്. നമ്മളിവിടെ റേഞ്ച് നെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് സൗകര്യത്തിന്. നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ പേര് തന്നെ വരും. ഈ അവസാനം വരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ റേഞ്ച് നെയിം ഇവിടെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നാമത്തെ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ചായി. ഇനി നമുക്ക് കോമ കൊടുക്കുന്നതോട് എന്താണ് ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ നമ്മൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് കോഡ്സിൽ കൊടുക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/1/2025 അതാണല്ലോ ജനുവരിയിൽ നടന്നതാണ് നമുക്ക് കിട്ടേണ്ടത്. ജനുവരിയിലെ ഫസ്റ്റ് ഡേറ്റ് ആണ്. ആ ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തു. ഇനി അടുത്ത ക്രൈറ്റീരിയയും ഇതേ ഡേറ്റ് തന്നെയാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ സെയിൽസ് ഡേറ്റ് എന്ന് ഇവിടെ കൊടുത്താൽ മതി. എന്നിട്ട് കോമ കൊടുത്തു. എന്നിട്ട് വീണ്ടും കോഡ്സിൽ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ കൊടുക്കണം. ഡബിൾ കോഡ്സിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 31/1 അതാണല്ലോ ജനുവരിയിലെ ലാസ്റ്റ് ഡേറ്റ്. 31/1/2025 നമ്മൾ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയി. ഒന്നാമത്തെ ക്രൈറ്റീരിയ ജനുവരിയിലെ സ്റ്റാർട്ട് ഡേറ്റ്, രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയി. ഇനി നമുക്ക് ഐറ്റം എന്നുള്ള അടുത്ത ക്രൈറ്റീരിയ റേഞ്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇത് നമ്മൾ നെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ മുന്നത്തെ വീഡിയോ കാണുക. അപ്പോൾ അത് കോമ കൊടുത്തു. ഇനി ഐറ്റത്തിന്റെ വാല്യൂ എന്തായിരിക്കണം? ഈക്വൽ ടു നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. ഇവിടെ ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു കോഡ്സിൽ കൊടുക്കണം. ഡബിൾ കോഡ്സിൽ ഈക്വൽ ടു ലാപ്ടോപ്പ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇത് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കാം. അപ്പോൾ അവിടെ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് മാത്രമാണ് ജനുവരിയിൽ വിറ്റിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡേറ്റ് ഫിക്സ്ഡ് ആണ്. ഇവിടെ ഇനി അടുത്ത ഫെബ്രുവരി ഇതൊക്കെ ആണെങ്കിൽ ഇവിടെ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഫെബ്രുവരിന്റെ ഡേറ്റ് അടിച്ചു കൊടുക്കണം. ഇവിടെ അടിക്കണം. ഇവിടെ ലാപ്ടോപ്പിന് പകരം നമ്മൾ പ്രിന്ററിന് ടൈപ്പ് ചെയ്യണം. അങ്ങനെയല്ലാതെ നമുക്ക് ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്ത് നമ്മളിത് മായ്ച്ചു കളയാണ്. ഇനി ഇവിടെ നമ്മൾ ഡബിൾ കോഡ്സിലാണുള്ളത്. ഇനി ഇതിനോടുകൂടി നമ്മളൊരു സെൽ റെഫറൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇതിനോട് ചേർക്കാൻ വേണ്ടി നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്യണം. അതിനോട് ഒരു ആംപർസെന്റ് കൊടുക്കണം. ആംപർസെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഡേറ്റ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സെൽ അഡ്രസ്സ് വന്നു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇവിടുത്തെ ഡേറ്റും സെലക്ട് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആംപർസെന്റ് നമ്മൾ കൊടുക്കുന്നു. ആംപർസെന്റ് കൊടുത്ത് നമുക്ക് ഇവിടുത്തെ ഡേറ്റ് നമ്മൾ പിക്ക് ചെയ്യുന്നു. അപ്പോൾ K4 എന്ന് വന്നു. ഇനി ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ലാപ്ടോപ്പ് എന്നുള്ളത് എല്ലാം മായ്ച്ചു കളഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ ആംപർസെന്റ് കൊടുക്കുന്നു. കൺകാറ്റിനേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അബ്സല്യൂട്ട് റെഫറൻസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് കൊടുക്കുന്നു. ഇനി എൻ്റർ അടിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ വന്നു അല്ലേ? ഇനി നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡേറ്റുകളൊക്കെ ഇതിനനുസരിച്ച് മാറും. നമുക്ക് നോക്കാം. ഇവിടെ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് നമുക്കെല്ലാം കിട്ടി. ഫെബ്രുവരിയിൽ ലാപ്ടോപ്പിന്റെ സെയിലൊന്നും നടന്നിട്ടില്ല എന്നിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രിന്ററും സ്കാനറും മാത്രമാണ് നടന്നത്. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഇനി ഇവിടെ ലാപ്ടോപ്പ് എന്നുള്ളത് നമ്മൾ പ്രിന്ററിനാക്കി കൊടുക്കുന്നു. പ്രിന്റർ. അപ്പൊ ഇവിടെ വാല്യൂ മാറുന്നുണ്ടോ? ഇവിടെ മാറി. പ്രിന്റർ എന്നുള്ള മാറി. ഇവിടെ ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റലിൽ തന്നെ വേണമെന്നൊന്നുമില്ല, സ്മോളിലായാലും എടുക്കും. സ്കാനർ. സ്പെല്ലിംഗ് കറക്റ്റ് ആവണം. അവിടെ എന്താണോ കൊടുത്താവുന്നത് സ്കാനർ. അപ്പോൾ വാല്യൂ മാറി. ഇവിടെ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് അബ്സല്യൂട്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെൽ അഡ്രസ് മാറിയത് നിങ്ങൾക്ക് കാണാം. ഉണ്ടോ? J5 എന്നായി മാറിയത്. അവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ ഇപ്പോൾ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് K5 എന്നുള്ളതാണ്. ഇത് K5 ഇതാണ്. നേരത്തെ നമ്മൾ മേലെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടിയിൽ നമുക്ക് പോയി നോക്കാം. ഇവിടെ സെൽ അഡ്രസ് ആണ് K11 എന്നുള്ളതാണ്. അത് ഇവിടെയാണ്. അത് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കുന്നില്ല. നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡേറ്റുകൾ മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ആംപർസെന്റ് ചേർത്തുകൊണ്ട് നമുക്ക് ഇത് ഓരോന്നും കണ്ടുപിടിക്കേണ്ടി വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ സം ഇഫ്സ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഈക്വൽ ടു സം ഇഫ്സ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് സം റേഞ്ച് വേണം. സം റേഞ്ച്
സം ആയതുകൊണ്ട് ആദ്യം തന്നെ സം റേഞ്ച് ആണ് ചോദിക്കുക. ഈ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ അവിടെ സെയിൽസ് എന്നുള്ള റേഞ്ച് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തു. ഇനി സെയിൽസ് കഴിഞ്ഞാൽ ഇനി ക്രൈറ്റീരിയ റേഞ്ച് ആണ് ചോദിക്കുന്നത്. ക്രൈറ്റീരിയ റേഞ്ച് നമ്മൾ ഡേറ്റ് റേഞ്ച് ആണല്ലോ, ഫസ്റ്റ് തന്നെ നമുക്ക് ഡേറ്റ് ആണ് വേണ്ടത്. ജനുവരിയിൽ എത്ര സെയിൽ വന്നു എന്ന് നോക്കണം. അതായത് നമ്മൾ അവിടെ സെയിൽസ് ഡേറ്റ് എന്നുള്ള ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടിക്കുമ്പോൾ തന്നെ ഇവിടെ കാണാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, സെയിൽസ് ഡേറ്റ്, അത് കോമ, അത് പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആംപർസെന്റ് കൊടുക്കുന്നു, നേരത്തെ പോലെ ആംപർസെന്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ ഡേറ്റ് ഇവിടുന്ന് എന്ത് ചെയ്യാം, ജനുവരിന്റെ ഫസ്റ്റ് ഡേറ്റ് ഇവിടുന്ന് ബുക്ക് ചെയ്തു. ഇനി വീണ്ടും കോമ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ സെയിൽസ് ഡേറ്റ് എന്ന് കൊടുക്കണം, കാരണം അതുതന്നെയാണ് നമ്മളെ റേഞ്ച് വീണ്ടും ഉള്ളത്. സെയിൽസ് ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാബ് അമർത്തിയാൽ മതി, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോമ കൊടുത്തു. ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ കൺകാറ്റിനേഷന് വേണ്ടിയിട്ട് ആംപർസെന്റ് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ഇനി അപ്പോൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നേരത്തെ പോലെ എന്താണ് ഐറ്റം വേണ്ടത് എന്ന് വേണം. അപ്പൊ അതിന് നമ്മൾ ഐറ്റം എന്നുള്ളത് കൊടുക്കുക. ഐറ്റം എന്നത് അവിടെ തന്നെ വന്നു. നമ്മൾ നെയിം ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഐറ്റം വന്നു, നമ്മൾ കോമ കൊടുക്കുന്നു. ഇനി നമ്മൾ കോഡ്സിൽ ഇസ് ഈക്വൽ ടു എന്നിട്ട് കോഡ്സ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ആംപർസെന്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സ്കാനർ എന്നുള്ളതാണ് ഫംഗ്ഷൻ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. നമുക്ക് ആദ്യത്തെ സെയിൽ വന്നിട്ടുണ്ട്. ജനുവരിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്കാനറിൻ്റെ ഒരു സെയിൽ ഒന്നേ നടന്നിട്ടുള്ളൂ, അതാണ് ഇവിടെ വന്നത്. ഇനി നമുക്ക് ഇതിനെ ഫോർമാറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫെബ്രുവരിത്തെ കിട്ടി. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഫെബ്രുവരിയിലെ ഡേറ്റ് ആണ് സെലക്ട് ആയിട്ടുള്ളത്. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ റെഫറൻസ് J5 ആണ്. J5 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇനി അവസാനം പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് J11 ഏറ്റവും താഴേക്ക് വന്നു. അപ്പൊ അത് ഇങ്ങനെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ വേണം മാറ്റി കൊടുക്കാം. നമുക്ക് ലാപ്ടോപ്പ് എന്നാക്കിയാൽ ലാപ്ടോപ്പിന്റെ സെയിൽ മാറുന്നത് കാണാം. ഇവിടെ 0 ആണ്, സെയിൽ ഇല്ല എന്നർത്ഥം. ഇങ്ങനെ നമുക്ക് എളുപ്പം ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം. നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡേറ്റുകൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് മാർച്ച് വരെയുള്ള വാല്യൂ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. ഇവിടെ ജനുവരി ആണ്, അപ്പൊ ഈ മന്ത് ആവശ്യമില്ല, നമ്മൾ മന്ത് ഒഴിവാക്കുന്നു. ഇനി നമുക്ക് ഇവിടെ മാർച്ച് വരെയുള്ള വാല്യൂ ആണ് കാണേണ്ടത്. ഇവിടെ ഡേറ്റ് എന്താക്കിയാൽ മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് 3 എന്നാക്കി കൊടുത്താൽ മതി. അപ്പൊ അവിടെ വാല്യൂ വ്യത്യാസം വരും. വാല്യൂ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അറിയാം. ജനുവരിയിൽ ഒരു ലാപ്ടോപ്പ്, ഫെബ്രുവരിയിൽ ലാപ്ടോപ്പ് ഇല്ല, മാർച്ചിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അങ്ങനെയാണ് ഈ വാല്യൂ വരുന്നത്. അങ്ങനെ ക്വാർട്ടർ വൈസ് ആയിട്ടോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മന്ത് എന്നുള്ളത് ഇവിടെ ഒഴിവാക്കാം. എന്നിട്ട് ഇങ്ങനെ വളരെ എളുപ്പപ്പെട്ട ലാപ്ടോപ്പിൻ്റെ ആണ് നമ്മൾ കണ്ടത്. ഇവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊന്നും കൂടി ഡൈനാമിക് ആയി പ്രിന്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്ററിന്റെ സെയിൽസ് എത്രയാണെന്ന് പെട്ടെന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഈ ഇത് ഡൈനാമിക് ആയിക്കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡേറ്റിനനുസരിച്ച്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഫോർമുലയിൽ നമ്മൾ ഡേറ്റ് എന്താണെന്ന് കൊടുക്കാതെ സെൽ അഡ്രസ് കൊടുത്തത്. ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡിയ എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് അറിയേണ്ട റിപ്പോർട്ടുകളാണ് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് മാതിരി വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട മാതിരി അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് പിന്നെ ഇവിടെ മാത്രമല്ല ഇവിടെയും നമുക്ക് ആ വ്യത്യാസം വരും. ഇതും നമുക്ക് ഒരേ സമയം രണ്ടും വരുന്നുണ്ട്. കാരണം എന്താ, ഇവിടെയും നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്ത് ഒരേ സമയം മാറും. നമുക്ക് ഇവിടെ ഇപ്പോൾ 6 മാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് 6 എന്ന് കൊടുക്കുന്നു. അപ്പൊ രണ്ട് സ്ഥലത്ത് ഒരേ സമയം മാറും. നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് ഒരേ സമയം മാറുന്നത് നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഇവിടെ സ്കാനർ എന്ന് കൊടുത്ത് നോക്കാം. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് അറിയാം. ഇവിടെ സോറി 31.6 എന്നാണ് കൊടുത്തു പോയത്. സോറി, അത് 31.6 അങ്ങനെ ഒരു വാല്യൂ ഉണ്ടല്ലോ, 30 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ കണ്ടോ മാറി വന്ന് 12 സ്കാനർ പോയിട്ടുണ്ട്, ഇത്രയും വാല്യൂ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ സംഇഫ്സിനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.